കല്യാണി, കല്യാണി. അയ്യോ, വിലാസിനി മേഡം അല്ലേ? എവിടെയാ നീ? ഞാൻ വിളിച്ചത് കേൾക്കാൻ നിനക്ക് ചെവിയൊന്നുമില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വാ. അയ്യോ വേണ്ട, വലിയൊന്ന് ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാൻ പിന്നാമ്പുറത്തൂടെ പോയിട്ട് വരാം. കല്യാണി, കല്യാണി. ആ, നീ ഇതെവിടെയായിരുന്നു? ഞാൻ പുറത്തുണ്ടായിരുന്നു. ആ, അപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിളിച്ച വേഗം വന്നൂടായിരുന്നോ നിനക്ക്? നിനക്കെന്താ ചെവിയേക്കാൻ വയ്യേ? കേക്കാം മാഡം. മാഡം എന്തിനാ എന്നെ തിരക്കിയത്? അയ്യോ, നിന്റെ തിരുമുഖം ഒന്ന് കാണാൻ വേണ്ടിട്ട്. അല്ല, നിനക്ക് തൃച്ചംബരത്തെ കിച്ചണിലല്ലേ ജോലി? പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന എന്താ? ഓ, ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നതായിരിക്കും അല്ലേ? പറയടി, എന്താ നീ ചെയ്തോണ്ടിരുന്നേന്ന്? എന്തോ ഒരു കള്ളത്തരം കാണിച്ച നിൽപ്പുണ്ടല്ലോ. മറുപടി ഒന്നും പറയാനില്ലേ? മരം പോലെ നിൽക്കുന്ന എന്താന്ന് ഇവിടെ നിന്നോട് പറയാ. ഇവൻ ഇവിടെ ഉണ്ടോ? നീ എന്താ ഇവിടെ? ഓ, ദാസേട്ടനെ കാണാൻ വന്നതായിരിക്കും അല്ലേ? ചേച്ചി ഇവിടെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു, അതാ ഞാൻ വന്നത്. കല്യാണി, വേഗം വന്നേക്കണേ. വാ വാ വാ. ഈശ്വര, വല്യോൻ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് വന്നത്? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവര് നിന്നെ അടിച്ചേനെ. ഈശ്വര, ഇതിപ്പോ ചെന്ന് അഖില മാഡത്തിനോട് പറയും. പറയില്ല, ഞാനത് പറഞ്ഞ് വേറെ വഴിക്കാക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാഡം എന്തിനായിരിക്കും എന്നെ വിളിപ്പിക്കണേ? അച്ഛൻ പറഞ്ഞ കാര്യത്തിന്റെ ബാക്കി എന്തെങ്കിലും ആയിരിക്കും. നീ പേടിക്കാതെ, ഞാനില്ലേ കൂടെ. നീ നടന്നോ, ഞാൻ പുറകെ വരാം. ചെല്ല്. അരവിന്ദ്. ആ അച്ഛാ. മോനെ, അവിടെ ഇപ്പൊ സിറ്റുവേഷൻ ഇപ്പൊ ടെൻഷനിലാണ്. എന്റെ അമ്മ എന്തോ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇരിക്കുന്നത്. കല്യാണി എന്ന് തൃച്ചംബരത്തിന് ഗെറ്റ് അടിക്കുന്ന ലക്ഷണം. വി ഹാവ് ടു പ്രൊട്ടക്ട്. കല്യാണിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. അതിനെന്താ ഒരു വഴി? നീ ഒന്ന് ആലോചിച്ച്. ഈ അമ്മയുടെ ഒരു കാര്യം, കല്യാണിയുടെ മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അച്ഛാ. പിന്നെന്താ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ പറ്റിയത്? കാരണം ഇല്ലാത്തതിനും കാരണം ഉള്ളതിനൊക്കെ അമ്മ കല്യാണി ഇങ്ങനെ വേദനിപ്പിക്കുകയാണല്ലോ. പറ്റിയതിനെ പറ്റി ചർച്ച ചെയ്തിട്ട് ഇനി കാര്യമില്ല. അഖിലയുടെ മനസ്സിൽ കല്യാണിക്കുണ്ടായിരുന്ന പഴയ അടുപ്പവും സ്നേഹവും നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ. എന്റെ നോട്ടത്തിൽ ഇത്തരം ഒരു സിറ്റുവേഷനെ കൂളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന തൃച്ചംബരത്തെ ഒരേ ഒരാൾ നീയാണ്. യു ഷുഡ് ഡു സംതിങ്. കൃത്യമായിട്ടും എഫക്റ്റീവായിട്ടും ഒരു ഇടപെടൽ. പറയും, എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? അതിനൊരു തന്ത്രമുണ്ട് അച്ഛൻ. അത് ഞാനൊന്ന് ഇറക്കി കളിച്ചു നോക്കാം. അച്ഛൻ വരൂ. ഹലോ, എന്താണ് അച്ഛനും മോനുമായിട്ട് തന്ത്രോന്നോ മന്ത്രോന്നോ എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. ഹേയ്, ഒന്നുമില്ല. നീ കൂടി വന്നോ. നമുക്കിന്നൊരു കൊച്ചു യുദ്ധമുണ്ട്. ഒരു ടമാർ പടാർ ഫൈറ്റ്.
നമുക്ക് തൃച്ചംബരത്തെ കൊച്ചു കുരുക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് പോവാം. കമോൺ വാ മാർച്ച്. കല്യാണി എവിടെ? അത് അവൾ ഔട്ട് ഹൗസിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എന്താ അവളെ കൂട്ടിക്കൊണ്ടുവരാത്തത്? ഞാൻ അവിടെ പോയി അവളെ വിളിച്ചതാ. 2-3 തവണ വിളിച്ചതിന് ശേഷം അവളൊന്ന് പുറത്തേക്ക് തന്നെ ഒന്ന് വന്നത്. ഞാൻ ചോദിച്ചതാ അവിടെ ജോലി കിടക്കുമ്പോ നീ ഔട്ട് ഹൗസിൽ എന്തെടുക്കാന്ന്. അപ്പൊ പിന്നെ അവള് ഓ ഇപ്പൊ ഇനി പറയാതിരിക്കുന്നതാ നല്ലത്. അച്ഛ കൂടുന്നോളെ. അമ്മേ ഇപ്പൊ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. അമ്മ ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയെന്നറിയാനേ നമുക്കൊരു ഗെയിം നടത്തിയല്ലോ. ഓ ഇതാണോ അരവിന്ദ് അവിടെ വെച്ച് പറഞ്ഞോണ്ടിരുന്നേ? അതെ. സോറി. അമ്മ എന്നാ ഞാൻ ഗെയിം തുടങ്ങിക്കോട്ടെ? വേണ്ട, ഇവിടെ ഇപ്പൊ ഒരു ഗെയിമും വേണ്ട. എന്താക്കലേ, ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. ഓരോരുത്തരും നിന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാലോ. ഇതൊരു ഗെയിം അല്ലേ, നീ എന്തിനാ വേണ്ടെന്ന് പറയുന്നത്? നീ സ്റ്റാർട്ട് ചെയ്തു. കൃഷ്ണേട്ടാ, അപ്പോഴേ ഇവിടെ നിൽക്കുന്ന എല്ലാവരും അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടും, അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടില്ല എന്നതിനെ കുറിച്ച് ഒരു 5 കാര്യങ്ങൾ പറയണം. ഒരാൾക്ക് 30 സെക്കൻഡാണ് സമയം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഒരാള് പറഞ്ഞ കാര്യം മറ്റൊരാൾ പറയാൻ പാടില്ല. ഓക്കെ? അപ്പോ ഗെയിം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നന്ദന പറഞ്ഞു തുടങ്ങിക്കോ. അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെടും, എന്ത് ഇഷ്ടപ്പെടില്ല? ശരി പറയാം. ആന്റിക്ക് എപ്പോഴും ജയമാണ് ഇഷ്ടം. എപ്പോഴും എല്ലാത്തിലും നമ്പർ 1 ആയിരിക്കണം. പിന്നെ മത്സരമില്ലാത്തൊരു ജയം ആന്റിക്ക് ഇഷ്ടമല്ല. പരാജയത്തെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നതും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ സമയം മതി നീ ഇരുന്നു. അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചട്ടെ. നല്ലൊരു തുടക്കം തന്നെയായിരുന്നു നന്ദനയുടെ. ഇനി അടുത്ത ആള് ഗംഗ. സ്റ്റാർട്ട്. അതെ, സമയം പോയിക്കൊണ്ടിരിക്കുക, വേഗായിക്കോട്ടെ. എനിക്കുള്ളൂ. അത് ബിസിനസ്സിൽ എപ്പോഴും നമ്പർ 1 ആയിരിക്കുന്നതാ ആന്റിക്ക് ഇഷ്ടം. ഇത് നന്ദന പറഞ്ഞതല്ലേ, നിങ്ങൾ വേറെന്തെങ്കിലും പറയൂ. പറഞ്ഞത് തന്നെ ആവർത്തിക്കാതെ വേറെ 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 പറ. പങ്ക്ച്വാലിറ്റി ഉള്ളവരെ ആന്റിക്ക് വലിയ ഇഷ്ടം. കൃത്യനിഷ്ഠയില്ലാത്തവരെ ആന്റിക്ക് ഇഷ്ടേ അല്ല. പിന്നെ മതി പിന്നൊന്നുമില്ല. സമയം കഴിഞ്ഞു, അവിടെ ഇരുന്നോ. ഇനി അടുത്തത് എനിക്കൊരു എടി ജയന്തി, നീ പറ. അയ്യോ, ഞാനും പറയണോ അരവിന്ദേട്ടാ? പിന്നെ നീയും പറയണം. അയ്യോ, നീ ഇല്ലാത്ത കച്ചവടം ഉണ്ടോടി. നീ പറഞ്ഞേ പറ്റൂ. പറ.
ആന്റിക്ക് ജിലേബി ഇഷ്ടമാണ്, ലഡു ഇഷ്ടമാണ്, പെപ്പർ ചിക്കൻ ഇഷ്ടമാണ്, കേക്ക് ഇഷ്ടമാണ്, പിന്നെ ബിരിയാണി ഇഷ്ടമാണ്, മൈസൂർ പാക്ക് ഇഷ്ടമാണ്, ഷേക്ക് ഇഷ്ടമാണ്, അലുവ ഇഷ്ടമാണ്, ബറോട്ട, മുട്ട, ബീഫ്, ചിക്കൻ ഒക്കെ എനിക്കും ആന്റിക്ക് ഇഷ്ടമാണ്. അഖിലാന്റിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് വിലാസിന് ആന്റിയെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അത് കലക്കി ശരിയാക്കി തരാടി ഞാൻ. സോറി ആന്റി, ഒരു ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഇനി അടുത്തത് അതെ ജയന്തി, നിന്റെ സമയം കഴിഞ്ഞു. ഐസ്ക്രീം കൂടി പറയായിരുന്നു. അടുത്തത് ഇനിയിപ്പോ എളയമ്മ ഒന്ന് പറഞ്ഞ. ഓ അരവിന്ദേ, എന്നോട് ഈ ഗെയിം ഒന്നും വേണ്ട. 10-20 കൊല്ലമായിട്ട് ഒരു നിഴല് പോലെ ഞാൻ ചേച്ചിയുടെ കൂടെ നടക്കുന്നതാ. ഓ, ചേച്ചിയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നോട് ചോദിച്ച് നീ വെറുതെ സമയം കളയൊന്നും വേണ്ട. നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കപ്പോ. ഓ ശരി. കല്യാണി, എനിക്ക് കല്യാണി പറ. അമ്മയ്ക്ക് എന്തൊക്കെ ഇഷ്ടമാണ്, എന്തൊക്കെ ഇഷ്ടമല്ല, കല്യാണി പറ. പറയൂ കല്യാണി. കമോൺ കല്യാണി, ഇത് വേറെ ഒരു ഗെയിം അല്ലേ, പറ. മാഡത്തിന് തല ഉയർത്തി നിൽക്കുന്നതാ ഇഷ്ടം, തല ഉയർത്തി നടക്കുന്നതാ ഇഷ്ടം, നേർക്ക് നേർ നോക്കി സംസാരിക്കുന്നതാ ഇഷ്ടം. മാഡത്തിന് തല നിവർത്തി കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്നതാ കൂടുതൽ ഇഷ്ടം. മാഡത്തിന് മനസ്സിൽ നന്മയുള്ളവരെ ഇഷ്ടമാണ്, കൂറും വിശ്വാസവും പുലർത്തുന്നവരെ ഇഷ്ടമാണ്, സാധാരണക്കാരെ ഇഷ്ടമാണ്, പണ്ഡിതന്മാരെ ഇഷ്ടമാണ്, വ്യവസായികളെ ഇഷ്ടമാണ്. അതെ നിർത്ത്, ഇതെന്തു പറച്ചില്ല, ശരണവിളി പോലെ. അതുപോലെ തന്നെ അനിയും കുഞ്ഞെ, മാഡം എനിക്ക് ദൈവത്തെ പോലെ തന്നെയാണ്. തള്ളു മാക്സിമം അങ്ങ് തള്ളിക്കൊടു. പൂക്കളിൽ മാഡത്തിന് ഏറ്റവും ഇഷ്ടം മുല്ലപ്പൂവാ, കൂടുതൽ ഇഷ്ടം കുടമുല്ലപ്പൂവ്. കൊടവില്ലേ? ഇഷ്ടമുള്ള ആഹാരം മസാല ദോശ. ഈ വീട്ടില് മാഡത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പൂജാമുറി. മാഡത്തിന് വല്ലാണ്ട് ദേഷ്യം വന്നാ ഇടത്തെ കൈ കൊണ്ട് അടിക്കാറ്. സ്തുതിപാഠകരോട് മാഡത്തിന് പുച്ഛമാണ്, സത്യം പറയുന്നവരെ മാനിക്കും, മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ അഭിനന്ദിക്കും. എക്സലന്റ് കല്യാണി, നീ അഖിലയെ കുറിച്ച് ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതി. അതെ അഖിലയുടെ മനസ്സ് വായിച്ചതുപോലുണ്ട്. കൃഷ്ണേട്ടൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഇവളെ എന്തു മലമറിച്ചു എന്ന് കരുതിയാ ഇവളെ എങ്ങനെ പ്രശംസിക്കുന്നത്? ഇത് കൊള്ളാലോ. അഖില, അത് മതി. അരവിന്ദ്, നീ കല്യാണിക്കെന്തിനാ ഇത്രയും സമയം കൂടുതൽ കൊടുത്തത്? സമയം എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കേട്ടു. എന്താ, എന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കാണാപ്പാടമാണെന്ന് കാണിക്കാൻ വേണ്ടിയോ? ഒരു വാചകത്തിലൊന്നും അങ്ങനെ തീരില്ല അഖിലാണ്ടേശ്വരിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. ശരി, ഞാനിപ്പോ എന്തിനൊക്കെ ദേഷ്യപ്പെടുമെന്ന് നീ പറയ്, കേക്കട്ടെ. അഖില മാഡത്തിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും
എനിക്കറിയാന്ന് പറഞ്ഞത് മാഡത്തിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അഖില മാഡത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തെറ്റിച്ച് പറയുന്നതാ നല്ലത്. എന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നീ വാതോരാതെ വർണ്ണിക്കുന്നത് കേട്ടല്ലോ. ശരി, പറയ്. എനിക്ക് കോഫിയാണോ ചായയാണോ ഇഷ്ടം? മാഡത്തിന് കോഫിയാ ഇഷ്ടം. പക്ഷേ അത് പറയാതിരിക്കുന്നതാ നല്ലത്. ബെസ്റ്റ് ചോദ്യം. ഇത് അവളിപ്പോ കറക്റ്റ് ആയിട്ട് പറയുമല്ലോ. കോഫി. നീ എന്താ ആലോചിക്കുന്നത്? പറയൂ. എനിക്ക് കോഫിയാണോ ചായയാണോ ഇഷ്ടം? മാഡത്തിന് ചായ ഇഷ്ടം. ശരി, അടുത്ത ചോദ്യം. എനിക്ക് കഴിക്കാൻ ഇഷ്ടം വെജാണോ നോൺ വെജാണോ? മാഡത്തിന് വെജാ കൂടുതൽ ഇഷ്ടം. പക്ഷേ അത് പറയുന്നത് ബുദ്ധിയല്ല. എന്നും പാചകം ചെയ്ത് വിളമ്പി കൊടുക്കുന്ന അടുക്കളക്കാരിയോട് വെജാണോ നോൺ വെജാണോ ഇഷ്ടമെന്ന്. കഷ്ടം. ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറ. നോൺ വെജ്. നോൺ വെജോ? നോൺ വെജോ? കൃഷ്ണേട്ടൻ കുറച്ചു മുമ്പ് ഇവളെന്തോ എന്റെ മനസ്സ് വായിച്ചവളാണെന്ന് പറഞ്ഞല്ലോ. വർഷങ്ങളായി വച്ചു വിളമ്പുന്ന ഇവൾക്ക് എനിക്കിഷ്ടം വെജാണോ നോൺ വെജാണോ ചായയാണോ കോഫിയാണോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് വായിച്ചവളാണത്രേ. ഗംഗേ, ആന്റി, ആനന്ദിന് വേണ്ടതെല്ലാം ഇനി നീ കൂടെ ഇരുന്ന് ചെയ്തു കൊടുക്കണം. അത് കലക്കി. മറ്റാരെക്കാളും ആനന്ദിന്റെ A to Z കാര്യങ്ങൾ ഇനി നീ വേണം നോക്കാൻ. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി ആന്റി. അടുക്കളക്കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. സൂപ്പർ. വാഗങ്ങി. അടുക്കളക്കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. കല്യാണി, എന്താ കല്യാണി, നിനക്കിതെന്താ പറ്റിയത്? നീ എന്തിനാ തലകുനിച്ച് നിൽക്കുന്നത്?
തെറ്റ് ചെയ്തവരെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്? നിനക്ക് തലകുനിക്കേണ്ട കാര്യം എന്താ? നീ എന്ത് തെറ്റ് ചെയ്തു? നോക്ക്, എപ്പോഴും ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അതാ എനിക്കിഷ്ടം. അങ്ങനെ ആവണം തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. എന്നെക്കാളും എന്തിന്, അച്ഛനെക്കാളേറെ അമ്മയെ അറിയാവുന്ന ആളാ നീ. അമ്മയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനപ്പാടമാക്കിയവള്. എന്നിട്ടും എന്തുകൊണ്ട് ശരിയായ ഉത്തരം പറഞ്ഞില്ല എന്ന് ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു കല്യാണി.